ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ കോൺടെസ്റ്റിലെ ജിൻഡോയും നോറയും കൈകൾ പരസ്പരം ബന്ധിച്ചുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒരു പെർഫോമൻസ് നടത്തണം എന്നുള്ളതായിരുന്നു ആ ഒരു കോൺടെസ്റ്റ്. അങ്ങനെ ജിൻഡോയും നോറയും ആ ഒരു പെർഫോമൻസ് ചെയ്തു. അതിൽ ജിൻഡോ അതിഗംഭീരമായി രസകരമായിട്ട് തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ വിപരീതമായിട്ടാണ് നോറ ആ കാര്യങ്ങൾ എല്ലാം ചെയ്തത്. കാരണം നോറയ്ക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത രീതിയിൽ നോറയുടെ മേൽ എന്തോ അടിച്ചമർത്തുന്ന രീതിയിൽ, അതായത് ഒരു പ്രഷർ കൊടുത്ത് നോറയെ ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് നോറ ചെയ്തത്. പക്ഷെ അതൊരു പ്രേക്ഷകർ പറഞ്ഞതിനനുസരിച്ചുള്ള ഒരു കോൺടെസ്റ്റ് ആണ് എന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞിട്ടും നോറയുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്ക് വല്ലാത്തൊരു അലോസരം തന്നെയാണ്. നോറ ഇന്ന് ലൈവിൽ കാട്ടിക്കൂട്ടിയ ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. അതിനുശേഷം ഈ ഒരു ബസർ ടു ബസറാണ് ഈ ഒരു ടാസ്ക്. ബസർ അവസാനം അടിച്ചതിന് ശേഷം, അതായത് ഈ ഒരു കോൺടെസ്റ്റ് അവസാനിച്ചതിന് ശേഷം നോറ നേരെ പോകുന്നത് നമ്മുടെ ബാത്റൂമിലേക്കാണ്. ബാത്റൂമിനകത്തേക്ക് പോയി അവിടെ നിന്നും പുറത്ത് റസ്മിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ റസ്മിനോട് നോറ പറയുകയാണ്, പിന്നെ നിങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന മാതിരി ഞാൻ എങ്ങനെ ചിരിക്കുക? എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ആക്ട് ചെയ്യണം എന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? അഭിനയിക്കാനല്ലല്ലോ ഞാനിവിടെ വന്നത്. അഭിനയിക്കാനാണെങ്കിൽ എനിക്ക് വല്ല സിനിമയിലും പോയാൽ പോരെ. അപ്പോൾ റസ്മിൻ പുറത്തു നിന്ന് പറയുകയാണ്, നോറ നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പോൾ നോറ പറഞ്ഞു, ഞാൻ പുറത്തേക്ക് വരില്ല, നീ വേണമെങ്കിൽ അകത്തേക്ക് വന്ന് എന്നോട് സംസാരിക്കും, ഞാൻ പുറത്ത് വരില്ല എന്ന് പറയുന്നു. എന്നിട്ട് പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോറ ചോദിക്കണം. അപ്പോൾ റസ്മിൻ പറഞ്ഞിട്ട് വേറെ ആരുമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റസ്മിൻ അകത്തേക്ക് പോവുകയാണ്. അതായത് നോറ വാതിൽ തുറന്നു കൊടുത്തിട്ട് റസ്മിൻ ബാത്റൂമിനകത്തേക്ക് പോകുന്നു. അതിനുശേഷം അവിടെ നോറ പറയുന്നത്, എനിക്ക് അയാളെ ഇഷ്ടമല്ല, എൻ്റെ തല തിന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവർ, അതായത് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കളിയാക്കുമ്പോൾ ഞാൻ അത് നോക്കി ചിരിക്കാൻ ഞാൻ എന്താ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. നെഗറ്റീവായ ആളുകളുടെ കൂടെ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള തരത്തിലാണ് നോറ റസ്മിനോട് സംസാരിച്ചത്. ആദ്യം തന്നെ ഈ ഒരു ക്യാപ്റ്റനായിരിക്കുന്ന ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയിൽ ക്യാപ്റ്റനായിരിക്കുന്ന ഒരു വ്യക്തി ബാത്റൂമിനകത്ത് പോയി ഒരു കണ്ടസ്റ്റൻറ്റിനോട് എങ്ങനെ കോൺവെർസേഷൻ നടത്തും എന്നത് ഇവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വീടിൻ്റെ തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ബാത്റൂമിനകത്ത് പോയി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയമലംഘനം തന്നെയാണ്. കാരണം ആർക്കും തന്നെ പെർമിഷൻ ഇല്ല ബാത്റൂമിനകത്ത് പോയി ഒരു വ്യക്തിയോട് സംസാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്കും ഇത്തരത്തിൽ ബാത്റൂമിനകത്ത് പോയി പരസ്പരം പേഴ്സണൽ കോൺവെർസേഷൻ നടത്തിയതിന് ശേഷം പുറത്തേക്ക് വന്നാൽ പോരെ? എന്തുകൊണ്ട് റസ്മിൻ മാത്രം ചെയ്യുന്നു? മറ്റു മത്സരാർത്ഥികൾ നാളെ മുതൽ അങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ പിന്നെ ബിഗ് ബോസ് വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ഈ നോറ പറയുന്നുണ്ട്. നോറ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എനിക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ഇവരൊക്കെ പക്ക നെഗറ്റീവാണ്, ഡീഗ്രേഡിങ് നേരിടുന്നവരാണ് എന്നുള്ള തരത്തിലൊക്കെ നോറ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഈ നെഗറ്റീവായി നിൽക്കുന്ന ആളുകളുടെ കൂടെ ടാസ്ക് കളിക്കാനോ ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ ചേരാനോ അവരോടൊത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കാനോ ഒന്നും അല്ല നോറയോട് പറഞ്ഞിരിക്കുന്നത്. കേവലം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു കോൺടെസ്റ്റ് ഉണ്ടാവുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥികളെ നോറയും ജിൻഡോയുമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം തീർച്ചയായും ആ മത്സരാർത്ഥികൾക്ക് ഉണ്ട്. അത് ജിൻഡോയുടെ കഴിവിൻ്റെ പരമാവധി ജിൻഡോ ശ്രമിച്ചിട്ടുണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നോറ എന്താണ് പ്രേക്ഷകരോട് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് പ്രേക്ഷകർക്കും അറിയാം, നോറയ്ക്കും അറിയാം. അത് വിലയിരുത്തിക്കൊണ്ട് തന്നെ വീണ്ടും നോറ ഞാൻ നെഗറ്റീവായി നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇവരൊക്കെ കളിയാക്കുമ്പോൾ ഞാനെന്താ ചിരിക്കാൻ പാവയാണോ റബ്ബ എന്നുള്ള തരത്തിലൊക്കെ പറയുമ്പോൾ ഇവിടെ ആരും കളിയാക്കാനോ ചിരിക്കാനോ ഒന്നും പറഞ്ഞില്ല. അതൊരു ഫൺ എലമെന്റ് എന്നുള്ള രീതിക്ക് മാത്രം ആ ഒരു കോൺടെസ്റ്റ് എടുത്താൽ മതിയായിരുന്നു. കാരണം അതൊരു തമാശ രൂപേണ, ഒരു ഹാസ്യ രൂപേണ ജിൻഡോ മാക്സിമം പ്രേക്ഷകരെ എങ്ങനെ രസിപ്പിക്കാൻ പറ്റും, അവരെ എങ്ങനെ ചിരിപ്പിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഫൺ എലമെൻ്റാണ് ഈ ഒരു ടാസ്കിലൂടെ കൊണ്ടുവന്നത്. അത്തരത്തിൽ മാത്രമേ നോറയ്ക്കും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു ടാസ്ക് കഴിഞ്ഞാൽ ഇനി മുഴുനീള ജിൻഡോയും മറ്റുള്ള ഒരു ഗ്രൂപ്പിസമാണ് എന്നുള്ളതൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമല്ല എന്ന് പറയും എല്ലാവരും ബിഗ് ബോസിലെ ഗെയിമേഴ്സാണ്. ഈ
പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന രീതി നോറയ്ക്ക് പൊതുവേ ഉള്ളതാണ്. അതിപ്പോൾ ജിൻഡോയോട് മാത്രമല്ല മറ്റ് പല മത്സരാർത്ഥികളോടും അത്തരത്തിൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഇത്തരത്തിൽ ബിഹേവ് ചെയ്യേണ്ട യാതൊരു ആവശ്യമുണ്ടല്ല. തീരെ മോശം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രേക്ഷകർക്ക് വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് നോറ മാറിയിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാനാവില്ല. കാരണം നോറയ്ക്ക് ഇത് ഒരു ഹാസ്യരൂപേണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. കുറച്ച് സമയം നല്ല രീതിയിൽ പ്രേക്ഷകരെ എങ്ങനെ എൻ്റർടൈൻ ചെയ്യാം എന്നുള്ള ആ ഒരു ഘടകം നോക്കിക്കൊണ്ട് മാക്സിമം പ്രേക്ഷകരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷേ അതിന് വിപരീതമായ ഓപ്പോസിറ്റ് ആയിട്ടാണ് നോറ എല്ലാ കാര്യങ്ങളും ചെയ്തത്. മാത്രമല്ല ജിൻഡോയുടെ ഇത്രയധികം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെ സംസാരിച്ച് ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കരഞ്ഞ് റസ്മിനോട് ഇത്രയൊക്കെ പറഞ്ഞ് വഷളാക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അത് തീരെ മോശം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. തീരെ മോശം, പറയാതിരിക്കാനാവില്ല. പിന്നെ റസ്മിൻ ചെയ്തത് തീർച്ചയായും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ചോദിക്കുക തന്നെ വേണം. ചോദിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ ചോദിക്കില്ല എന്നുള്ളത് ബിഗ് ബോസിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം. ഒരുപക്ഷെ ഈ ഒരു സംഭവം, ഇപ്പോൾ റസ്മിനകത്തേക്ക് പോയ ഒരു സംഭവം ബിഗ് ബോസിന്റെ ക്യാമറ കണ്ണുകളിൽ ഒരുപക്ഷെ പതിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ പ്രസ്താവനകൾ വന്നേക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കുന്ന കാണാം എന്തൊക്കെയാണ് ഇനി ബിഗ് ബോസ് വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.